ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഒരു അടിപൊളി കിണ്ണത്തപ്പാണ്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കിണ്ണത്തപ്പം തന്നെയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബാറ്റർ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണം. എന്നാലേ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ പത്തിരി മിടിയപ്പൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണം കേട്ടോ കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മുട്ട ചേർത്തിട്ടൊക്കെ കിണ്ണത്തപ്പം തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഈ ഒരു കിണ്ണത്തപ്പത്തിന് നല്ല ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2.5 കപ്പോളം തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതായത് ഈ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മഞ്ഞ നല്ല ഡാർക്കായിട്ടുള്ള മഞ്ഞയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ചെറുതായിട്ടൊരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ബാറ്റർ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ കറക്റ്റ് പാകത്തിലാക്കി എടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് കിണ്ണത്തപ്പത്തിന് പ്രത്യേക രുചി കിട്ടുന്നത്. ഞാൻ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ 1.5 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കട്ടിയിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കുക, അല്ലെങ്കിൽ തേങ്ങയുടെ 1-ാം പാൽ 2-ാം പാൽ പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 കപ്പോളം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വേണം നമ്മുടെ ഈ ഒരു ബാറ്ററി കിട്ടാനും. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒട്ടും ടൈമൊന്നും ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നമ്മളിത് വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ, അതായത് ഒരു ഇളം ചൂടുവെള്ളം ചേർത്തിട്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് മാവ് കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കണം. ഈ ഒരു ബാറ്റർ നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ അരിച്ചെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അരിച്ചെടുത്തിട്ടില്ല. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. കാരണം ഇതിൽ നമ്മൾ ഏലക്കപ്പൊടിയും അതുപോലെ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് അരിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു തട്ടെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹോൾസൊക്കെ വലുതാണെങ്കിൽ പെട്ടെന്ന് അതിലൂടെ കരടൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് അരിച്ചെടുക്കാൻ പറ്റുന്നതിന് എടുക്കണം. അപ്പോൾ അത് നമ്മൾ ബാറ്ററൊക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഏലക്കൻ്റെ ആ ഒരു കരടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരിച്ചെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പം.
ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടുമ്പോൾ കിണ്ണത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതില്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എല്ലാ വശത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതവിടെ പാത്രം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 4 തവിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. കിണ്ണത്തപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കട്ടിയിൽ തയ്യാറാക്കി എടുക്കരുത് കേട്ടോ. ഇതുപോലെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് കിണ്ണത്തപ്പം തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് ഒരു 1/4 ഭാഗം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 4 തവി ബാറ്റർ മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ പാത്രമാണെങ്കിൽ 4 തവിയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ട് ഇതിന് മുകളിലൂടെ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ഉടനെ ഇട്ട് കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ താഴ്ന്നു പോകും. അപ്പോൾ 1 മിനിറ്റ് നേരം വെച്ച് ബാറ്റർ ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റോളം മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും കിണ്ണത്തപ്പം റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ അത് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല, കാരണം നമ്മളിത് വളരെ തിന്നായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കൊരു 15-20 മിനിറ്റോളം എടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കിണ്ണത്തപ്പം ഇതുപോലെ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ അതാ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ തണുത്ത് വരും. തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ടൊരു സ്പൂണോ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് വിടിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് കയ്യിലേക്കൊന്ന് തട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. ഇനി ഇതാ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പം. അപ്പോൾ കൈ വെച്ചിട്ട് മെല്ലെ മെല്ലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ മുട്ട ചേർത്തിട്ടൊക്കെ നമ്മൾ കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ് കൂടിയും കിട്ടും. ഇത് നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം കഴിക്കുക. ഇനിയിപ്പോൾ തണുത്തിട്ട് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ കഴിക്കാം കേട്ടോ. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 2 ദിവസമൊക്കെ സൂക്ഷിക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കിണ്ണത്തപ്പത്തിന്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്തത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ സോഫ്റ്റ് ആണെന്നുള്ളത്. അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മുട്ട ചേർത്തിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ മുട്ട ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. ജീരകത്തിനൊക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ആ ജീരകമൊക്കെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ജീരകം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്സ് എന്തെങ്കിലും പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ജീരകം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ 3 തവണ തയ്യാറാക്കി എടുത്തു കേട്ടോ. 3/4 കപ്പോളം അരിപ്പൊടി എടുത്തിട്ട് 3 പ്രാവശ്യം തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര കട്ടിയിൽ മാത്രമാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഞാനെടുത്ത പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് കേട്ടോ 3 തവണ തയ്യാറാക്കാനുള്ളത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വലുപ്പമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 തവണയൊക്കെ തയ്യാറാക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ അരിപ്പൊടി മുട്ടയൊക്കെ ചേർത്തിട്ട് കിണ്ണത്തപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.